الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സഹോദരികളെ, ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ക്ലാസ്സിലേക്ക് വീണ്ടും മടങ്ങുകയാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് രചിച്ച അൽ ജാമിഉ ലി ഇബാദത്തില്ലാഹി വഹ്ദഹ് എന്ന കൃതിയെ വിശദീകരിച്ചുകൊണ്ട് പല ക്ലാസ്സുകളും കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ് 7ാമത്തെ ദർസാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഷെയ്ഖ് കുറിച്ച വരികളാണ് യഥാർത്ഥത്തിൽ ഈ ഒരു കൃതി. അതായത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. എന്താണ് ഈ ഇബാദത്തിൻ്റെ ഉദ്ദേശം? ഇബാദത്തിൻ്റെ വ്യത്യസ്ത ഇനങ്ങൾ എന്തൊക്കെയാണ്? അവയുടെ തെളിവുകൾ, പ്രമാണം എന്താണ്? ഇതൊക്കെയാണ് നാം ഈ ഗ്രന്ഥത്തിലൂടെ വിശദീകരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ അൽഹംദുലില്ലാഹ് പല ഇബാദത്തിൻ്റെ ഇനങ്ങളും നാം വിശദീകരിച്ചു, തെളിവുകൾ ഉദ്ധരിച്ചു, പണ്ഡിതന്മാരുടെ വിശദീകരണം നാം മനസ്സിലാക്കി. പ്രാർത്ഥന, ദുആ, ഇസ്തിആനത്ത്, ഇസ്തിഗാസ, അതേപോലെ അറവ്, നേർച്ച പോലുള്ള ഇബാദത്തിൻ്റെ ഇനങ്ങളൊക്കെ നാം വിശദീകരിച്ചു കഴിഞ്ഞതാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം ഖൗഫ് റജ ആണ്. ഭയം, പ്രതീക്ഷ. എപ്പോഴാണ് ഭയം ഇബാദത്താകുക? എപ്പോഴാണ് പ്രതീക്ഷ ഇബാദത്താകുക? എല്ലാ ഭയവും ഇബാദത്താണോ? ഈ ഇബാദത്തായ ഭയം നാം സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുത്താൽ, അങ്ങനെ ഇബാദത്തായ രൂപത്തിൽ സൃഷ്ടികളെ ഭയന്നു കഴിഞ്ഞാൽ തീർച്ചയായും അത് ശിർക്കാണ്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് ഇവിടെ പറയുന്നു, വദലീലുൽ ഖൗഫി ഖൗലുഹു തആല ഇന്നമാ ദാലികുമുശ് ശൈത്വാനു യുഖവ്വിഫു ഔലിയാഅഹ ഫലാ തഖാഫൂഹും വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ. അതായത് ഭയം എന്ന ഇബാദത്തിൻ്റെ, എന്ന ഇനത്തിൻ്റെ തെളിവ് അള്ളാഹുവിൻ്റെ വചനമാണ്. അതായത് ഇന്നമാ ദാലികുമുശ് ശൈത്വാനു യുഖവ്വിഫു ഔലിയാഅഹ, അത് പിശാചാണ്. പിശാചി ശൈത്താനി തൻ്റെ മിത്രങ്ങളെ ഭയപ്പെടുത്തുന്നു. നിങ്ങൾ അവരെ ഭയക്കരുത്, നിങ്ങൾ എന്നെ മാത്രം ഭയക്കുക, നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ. അതേപോലെ പ്രതീക്ഷയുടെ തെളിവെന്താണ്? അള്ളാഹുവിൻ്റെ വചനം തന്നെയാണ്. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹ. തൻ്റെ റബ്ബിനെ നാളെ റബ്ബുമായി കണ്ടുമുട്ടും എന്ന പ്രതീക്ഷ വല്ലവനുമുണ്ടെങ്കിൽ, വല്ലവനും അങ്ങനെ പ്രതീക്ഷ വെക്കുന്നുണ്ടെങ്കിൽ അവൻ സൽക്കർമ്മം ചെയ്തു കൊള്ളട്ടെ, പ്രവർത്തിച്ചു കൊള്ളട്ടെ. വലാ യുശ്രിക് ബി ഇബാദത്തി റബ്ബിഹി അഹദ. അതായത് തൻ്റെ റബ്ബിനെ ആരാധിക്കുന്ന കാര്യത്തിൽ ആരെയും പങ്കു ചേർക്കാതിരിക്കട്ടെ. ഇതാണ് ഖൗഫിൻ്റെയും റജാഇൻ്റെയും തെളിവ്. എന്താണ് ഈ ഖൗഫ് എന്ന് പറഞ്ഞാൽ? അതായത് ഒരു മനുഷ്യൻ തനിക്ക് നാശം അല്ലെങ്കിൽ ഉപദ്രവം, പ്രയാസമുണ്ടാകും എന്ന തോന്നലിനാണ് ഖൗഫ് എന്ന് പറയുക. ഈ ഖൗഫ് പണ്ഡിതന്മാർ പല ഇനങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. ഷെയ്ഖ് സാലിഹ് അൽ ഷെയ്ഖ് ഷർഹുൽ ഉസൂൽ സലാസയിൽ പറയുന്നു, والخوف الذي يجب إفراد الله جل وعلا به ومن لم يفرد الله جل وعلا به فهو مشرك كافر هو نوع من أنواع الخوف. അതായത് അള്ളാഹ്ക്ക് മാത്രം സമർപ്പിക്കേണ്ട ഖൗഫ്, അഥവാ ആ വിഷയത്തിൽ അള്ളാഹുവിനെ ഏകനാക്കില്ലെങ്കിൽ അവൻ മുശ്രിക്കും കാഫിറുമാണ്. അത് ഭയത്തിൻ്റെ ഇനങ്ങളിൽ ഒരു ഇനമാണ്. അതായത് ഇബാദത്തായ ഖൗഫ് ഒരു ഇനമാണ്. എല്ലാ ഭയവും, എല്ലാ പേടിയും ഇബാദത്തല്ല. വലൈസ കുല്ലു അൻവാഇൽ ഖൗഫി വലൈസ കുല്ലു അൻവാഇൽ ഖൗഫ്. അതായത് എല്ലാ ഖൗഫിൻ്റെ അൻവാഉം ഇബാദത്തല്ല. എന്താണ് ഇബാദത്തായ ഖൗഫ്? വഹുവ ഖൗഫു സിർ, സ്വകാര്യമായ സിറായ ഖൗഫാണ്. എന്താണ് ആ സിറായ ഖൗഫ്? ഖൗഫു സിറിൻ്റെ ഉദ്ദേശം എന്താണ് ഇവിടെ? ഷെയ്ഖ് സാലിഹ് അൽ ഷെയ്ഖ് ഹഫിളഹുല്ലാഹ് ഷർഹുൽ ഉസൂൽ സലാസയിൽ പറയുന്നു, അതായത് ഇബാദത്തായ ഖൗഫ് എന്താണ്? വഹുവ അൻ യഖാഫ ഗൈറല്ലാഹി ജല്ല വഅല ബിമാ ലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാഹു ജല്ല വഅല വഹുവൽ മുസമ്മ ഇൻദൽ ഉലമാഇ ഖൗഫുസ് സിർ. അപ്പോൾ ഖൗഫുസ് സിർ എന്ന് പറഞ്ഞാൽ അഭൗതികമായി കാര്യകാരണങ്ങൾക്ക് അതീതമായി കൊണ്ട് തന്നെ അള്ളാഹു അല്ലാത്തവരെ ഭയക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ
അള്ളാഹ്ക്ക് മാത്രം സാധിക്കുന്ന കാര്യം, ആ കാര്യത്തിൽ മറ്റുള്ളവരെ ഭയക്കുക. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാ ശർഹ് സലാസിൽ ഉസൂലിൽ ഉദാഹരണ സഹിതം ഈ കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഖൗഫു സിർരി കഅൻ യഖാഫ സാഹിബൽ ഖബർ, ഖബറാളിയെ ഭയക്കുക. ഔ വലിയൻ ബഈദൻ അൻഹു ലാ യുഅസ്സിറു ഫീഹി ലകിന്നഹു യഖാഫുഹു മഖാഫത സിർരിൻ ഫഹാദാ അയ്ളൻ ദക്കറഹു ഉലമാഉ മിന അശ്ശിർക്ക്. അതായത് ഖബറാളിയെ ഭയക്കുക, അല്ലെങ്കിൽ വിദൂരത്തുള്ള ഒരു വലിയ ഒരു മഹാനെ ഭയക്കുക. അയാൾക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല, പക്ഷെ ഇവൻ ഭയക്കുകയാണ്. ഈ മഹാന് വിചാരിച്ചാൽ പല ഉപദ്രവങ്ങളും പല പ്രയാസങ്ങളും ഉണ്ടാക്കി തരാൻ പറ്റും എന്നൊക്കെ ഭയക്കുകയാണ്. അപ്പോൾ ഇതിനാണ് ശരിക്ക് സിറായ മഖാഫത്ത് ഖൗഫ് എന്ന് പറയുക. ഇത് ഷിർക്കിൻ്റെ ഇനങ്ങളിൽ പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാ പറയുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, ഇതാണ് ഷിർക്കായ ഖൗഫ്. കാരണം ഷിർക്കിലത്തെ ഖൗഫുണ്ട്. സാധാരണ മനുഷ്യൻ ഭയക്കുന്നു. ഒരു മനുഷ്യൻ്റെ പ്രാകൃത പ്രകാരം തബീഇയായ ഖൗഫുണ്ട്, സാധാരണയായ ഭയമാണത്. അത് ജായിസായ ഖൗഫാണ്, അത് ഷിർക്കാണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നില്ല. എന്താണത്? അതായത് കാര്യകാരണങ്ങൾക്ക് അതീതമല്ലാത്ത ഖൗഫ്. ഉദാഹരണമായിട്ട് തീ ആളി കത്തുകയാണ്, അപ്പോൾ ഒരു മനുഷ്യന് കാണുമ്പോൾ ഭയക്കുന്നു. അല്ലെങ്കിൽ വന്യമൃഗത്തെ കാണുന്നു. അങ്ങനെ സാധാരണ ഒരു മനുഷ്യൻ ഭയക്കുന്ന ഭയം അത് ജായിസായ, അത് സ്വാഭാവികമായ ഖൗഫാണ്. അതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ ഷിർക്കാണെന്ന് പറയുന്നില്ല. എന്നാൽ ഈ ഭയം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ വാജിബാത്തിൽ നിന്ന് തടസ്സപ്പെടുത്തുകയാണെങ്കിൽ അത് ഹറാമായ ഖൗഫാണെന്നും പണ്ഡിതന്മാർ കൂട്ടിച്ചേർക്കുന്നു. അപ്പോൾ ഷിർക്കായ ഖൗഫ് എന്താണെന്ന് നാം പഠിച്ചു. അത് ഖൗഫു സിറാണ്. ഉദാഹരണമായിട്ട് ഖബറാളിയെ ഭയക്കുക, അതേപോലെ തന്നെ മരിച്ചുപോയ മഹത്തുക്കൾ, ഔലിയാക്കൾ, സാലിഹീങ്ങൾ, അവരെയൊക്കെ ഭയക്കുക. അവർ ഉപദ്രവം ചെയ്യുമോ, അവരുടെ ശരിക്ക് ഗുരുത്തക്കേട് തട്ടുമോ എന്നൊക്കെ ശരിക്ക് ഭയക്കുക. ഇതൊക്കെ സൂഫികൾ പ്രചരിപ്പിക്കുന്ന ഷിർക്കിയായ വികാരങ്ങളാണ്. പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു ഖൗഫും ഖശ്യത്തും തമ്മിൽ വ്യത്യാസമുണ്ട്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ രണ്ടും ഭയമാണെങ്കിൽ തന്നെ, എന്നാൽ ഖൗഫിനേക്കാൾ വിശേഷമായ അർത്ഥമാണ് ഖശ്യത്തിനുള്ളത്. അതായത് ഖശ്യത്തിനോടൊപ്പം എന്തുണ്ടാകും? ഇൽമുണ്ടാകും. ഇൽമിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അളമത്തിനെ സംബന്ധിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയക്കുന്ന പണ്ഡിതന്മാരെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നുണ്ട്, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അപ്പോൾ അവിടെ ശരിക്കും ഇന്നമാ യഖാഫു എന്നാണ് പറഞ്ഞത്, യഖ്ഷ. കാരണം ഇൽമിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഭയത്തിനാണ് ഖശ്യത്ത് എന്ന് പറയുക. അപ്പോൾ ആ നിലക്ക് ഖൗഫും ഖശ്യയും തമ്മിലുള്ള വ്യത്യാസം പണ്ഡിതന്മാർ കൂട്ടിച്ചേർക്കുന്നു. ഇനി അടുത്ത നാം മനസ്സിലാക്കേണ്ടത് റജാ, പ്രതീക്ഷ. എപ്പോഴാണ് പ്രതീക്ഷ ഇബാദത്താകുക? അതിന് തെളിവെന്താണ്? ഇതൊക്കെ നാം പഠിക്കണം. എല്ലാ പ്രതീക്ഷയും ഇബാദത്തല്ല. പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ലഭിക്കുവാൻ, നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള ആഗ്രഹമാണ്, താല്പര്യമാണ്. എന്നാൽ സ്വാഭാവികമായ പ്രതീക്ഷയുണ്ട്, തബീഇയായ പ്രതീക്ഷയുണ്ട്, ഇബാദത്തായ പ്രതീക്ഷയുണ്ട്. ഒരാൾക്ക് ഒരു കാര്യം ചെയ്യാൻ സാധിക്കും. അയാളുടെ കഴിവിൽപ്പെട്ട കാര്യം നാം നേടിയെടുക്കുവാൻ പ്രതീക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ ശിർക്കല്ല, അത് സ്വാഭാവികമാണ്. ഒരാൾക്കൊരു കാര്യം ചെയ്യാൻ സാധിക്കും, അയാളുടെ കഴിവിൽപ്പെട്ട കാര്യമാണ്. അത് നമുക്ക് ചെയ്തു തരാൻ വേണ്ടി നാം സാധാരണ പ്രതീക്ഷ വെക്കാറുണ്ട്, ആഗ്രഹിക്കാറുണ്ട്. അതിനാണ് തബീഇയായ റജ എന്ന് പറയാം. ഷെയ്ഖ് സാലിഹ് ആല ഷെയ്ഖ് ശർഹുൽ ഉസൂൽ സലാസയിൽ പറയുന്നു, ഫഇൻ കാന الرجاء لشيء ممن يملك ذلك الشيء فإن هذا رجاء طبيعي. ഒരാളുടെ അധീനത്തിൽപ്പെട്ട, അയാൾക്ക് ചെയ്യാൻ സാധിക്കുന്ന വിധത്തിൽ നാം അയാളുടെ ആ ഒരു ഖിദ്മത്ത് പ്രതീക്ഷിക്കുകയാണെങ്കിൽ
അത് തബീഇയായ സ്വാഭാവികമായ റജ ആണ്. എന്നാൽ എപ്പോഴാണ് ഇബാദത്താകുക, പ്രതീക്ഷ എപ്പോഴാണ് ഇബാദത്താകുക, അതും പറയുന്നുണ്ട്. അതായത് അന്നൗഉ സാനി, രണ്ടാമത്തെ ഇനം റജാ ഉൽ ഇബാദ, ഇബാദത്തായ റജാ ആകുന്നു, പ്രതീക്ഷയാകുന്നു. വഹുവ അൻ യത്മഅ ഫീ ഷൈഇൻ ലാ യംലികുഹു ഇല്ലല്ലാഹു ജല്ല വഅല. അതായത് അല്ലാഹുക്കല്ലാതെ സാധിക്കാത്ത കാര്യം, അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം സാധിക്കുന്ന കാര്യം സൃഷ്ടികളിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് നാം ആഗ്രഹിക്കുക, താല്പര്യപ്പെടുക, അതാണ് ഇബാദത്തായ പ്രതീക്ഷ. അൻ യത്മഅ ഫീ ശിഫാഇഹി മിൻ മറദ്, അതായത് ഒരു വലിയൊരു മഹാന് എൻ്റെ രോഗം സുഖപ്പെടുത്തും, ശിഫ നൽകും എന്ന പ്രതീക്ഷ, ഉദാഹരണം. അതേപോലെ തന്നെ യർജു അൻ യദ്ഖുലൽ ജന്ന വയൻജു മിനന്നാർ, അതായത് ഒരു സൃഷ്ടിയിൽ നിന്ന് തന്നെ സ്വർഗത്തിൽ പ്രവേശിക്കും, നരകത്തിൽ നിന്ന് മോചിപ്പിക്കും എന്ന, രക്ഷപ്പെടുത്തും എന്നൊരു പ്രതീക്ഷ. കാരണം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാനും നരകത്തിൽ നിന്ന് മോചിപ്പിക്കുവാനും അള്ളാഹുവിന് മാത്രമേ സാധിക്കൂ. രോഗശമനം, അൻത ഷാഫി ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക്, ഇതാണ് തൗഹീദ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തൗഹീദാണിത്. അതായത് നീയാണ് രോഗത്തിന് ശമനം നൽകുന്നവൻ, ഷാഫി നീയാണ്, നിന്റെ ഷിഫ അല്ലാതെ വേറെ ഷിഫ ഇല്ല, ഒരു സൃഷ്ടിക്കും ഷിഫ നൽകാൻ സാധിക്കുകയില്ല. അതേപോലെ തന്നെ ഉദാഹരണങ്ങൾ പറയാൻ ധാരാളമുണ്ട്. ഇപ്പോൾ പാപങ്ങൾ, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ് എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അതായത് പാപങ്ങൾ അള്ളാഹു അല്ലാതെ ആരും പുറത്തു തരൂല. പക്ഷേ മഹാന്മാരെ വിളിച്ച് തേടിക്കഴിഞ്ഞാൽ അവർ നമ്മുടെ പാപങ്ങളൊക്കെ പുറത്തു തരും എന്ന പ്രതീക്ഷ, അത് ശിർക്കാണ്. അപ്പോൾ ഇതാണ് ശരിക്ക് ശിർക്കായ പ്രതീക്ഷയുടെ വ്യത്യസ്ത ഉദാഹരണങ്ങളും അതിൻ്റെ നിർവചനമൊക്കെ ഇവിടെ പണ്ഡിതന്മാരെ വിശദീകരിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ നാം കഴിഞ്ഞ ഖൗഫ് പഠിച്ചപ്പോൾ ഖൗഫും ഖശ്യത്തും തമ്മിലുള്ള സൂക്ഷ്മമായ വ്യത്യാസം നാം മനസ്സിലാക്കി. അതേപോലെ തന്നെ റഗ്ബ എന്ന് പറഞ്ഞാലും യഥാർത്ഥത്തിൽ നാം ആഗ്രഹിക്കുക, പ്രതീക്ഷിക്കുക എന്ന, മൊത്തത്തിൽ റഗ്ബത്തും റജാവും ഒരേ ആശയം തന്നെയാണെങ്കിലും സൂക്ഷ്മമായ വ്യത്യാസമുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാരത് പഠിപ്പിച്ചിട്ടുമുണ്ട്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് മദാരിജുസ് സാലിക്കീനിൽ പറയുന്നു, വൽ ഫർഖു ബൈന റഗ്ബതി വർ റജാഇ അന്ന റജാഅ തമഉൻ വർ റഗ്ബത തലബുൻ ഫഹിയ സമറത്തുർ റജാ. അതായത് റഗ്ബത്തും റജാഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, റജാ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കിട്ടുവാൻ, ലഭിക്കുവാൻ വേണ്ടി നാം കൊതിക്കുക, നാം ആഗ്രഹിക്കുക, ആഗ്രഹവും അതേപോലെ തന്നെ നാം ഒരു കാര്യത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ട് പ്രതീക്ഷിക്കുന്നതിനാണ് റജ എന്ന് പറയുക. പക്ഷേ റഗ്ബത്ത് എന്ന് പറഞ്ഞാൽ തലബാണ്, കേവലം ആഗ്രഹിക്കലും താല്പര്യപ്പെടലും മാത്രമല്ല, അതിൻ്റെ പേരിൽ നാം അതിനെക്കുറിച്ച് അന്വേഷിക്കുക, നാം നേടിയെടുക്കുവാൻ പരിശ്രമിക്കുക, അതാകുന്നു യഥാർത്ഥത്തിൽ റഗ്ബത്ത്. അപ്പോൾ റഗ്ബത്തിൽ എന്തുണ്ട്? ഒരു അമലുണ്ട്, തലബുണ്ട്. ഫഹിയ സമറത്തുർ റജാ, റജാഇൻ്റെ പ്രതീക്ഷയുടെ അനന്തരഫലമാണ് റഗ്ബത്ത്. ഇനി നമുക്ക് പ്രിയമുള്ളവരെ, ഈ ഷിർക്കിയായ റജാ സലഫികൾ അല്ലാതെ തന്നെ സമസ്തക്കാർ പോലും അംഗീകരിക്കുന്ന പല പണ്ഡിതന്മാരും കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ മനസ്സിലായി, നമ്മുടെ ദഅ്വ മേഖലയിലേക്ക് അത് ഉപകാരപ്പെടും ഇൻഷാ അല്ലാഹ്. നാം അടുത്തതായി ഉദ്ധരിക്കുന്നത്, അതോടെ ഈ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ശേഷമുള്ള ഇനങ്ങളൊക്കെ അടുത്ത ക്ലാസ്സുകളിലൂടെ വിശദീകരിക്കുന്നതാണ്. അതായത് കാര്യകാരണങ്ങൾക്ക് അതീതമായി അഭൗതികമായി മരിച്ചുപോയ മഹത്തുക്കളിൽ നാം പ്രതീക്ഷ വെച്ച് കഴിഞ്ഞാൽ അത് അവർക്കുള്ള ഇബാദത്താണ് എന്ന് പണ്ഡിതന്മാർ ഗണ്ഡിതമായി ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ഈ ഒരു ഫത്വ നാം മുമ്പ് ഈ ഗ്രൂപ്പിൽ വായിച്ചിട്ടുണ്ട്. ഇവിടെ വീണ്ടും ആവർത്തിക്കാനുള്ള കാരണം, അതായത് ഇങ്ങനെയുള്ള ഖൗഫും റജാവും അതേപോലെ തന്നെ സഹായത്തേട്ടവും ഒക്കെ നമ്മുടെ നാട്ടിൽ ധാരാളമായി കണ്ടുവരാറുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് സലഫികളായ പ്രബോധകരും പണ്ഡിതന്മാരൊക്കെ എതിർക്കുമ്പോൾ അവർ വഹാബികളാണെന്ന് മുദ്രകുത്തി അതിനെ അവഗണിച്ച് കളയുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ഇവരംഗീകരിക്കുന്ന
ഫിഖിൻ്റെ കിതാബുകളിൽ തന്നെ ഇങ്ങനെയുള്ള പ്രതീക്ഷയും അതേപോലെ തന്നെ റജാവുമൊക്കെ അത് അവർക്ക് ആ ഖബറാളികൾക്ക് സമർപ്പിക്കുന്ന ഇബാദത്താണെന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങളിവിടെ കാണുന്നത് സഹോദരന്മാരെ, അല്ലാമ ഖൈറുദ്ദീൻ റംലി, പ്രസിദ്ധ ഹനഫി പണ്ഡിതനായ ഖൈറുദ്ദീൻ റംലിയുടെ ഫതാവയുടെ സമാഹാരമാണ് അൽ ഫതാവൽ ഖൈരിയ ലിനഫ്ഇൽ ബരിയ. അതിൽ ഷെയ്ഖ് റംലി പറയുന്നു, വഫി ഷർഹി ദുറരി ലിൽ അല്ലാമത്തി ഖാസിം, പ്രസിദ്ധ ഹനഫി പണ്ഡിതനായ അൽ അല്ലാമ ഖാസിബിൻ ഖുത്ലൂബുഗയുടെ ഷർഹു ദുറർ എന്ന ഹനഫി ഫിഖിലെ കിതാബിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. അതായത് ഷർഹു ദുററിൽ ബിഹാർ എന്നാണ് അല്ലാമ ഖാസിമിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേര്. എന്താണ് പറഞ്ഞത്? വഅമ്മൻ നദ്റുല്ലദീ യൻദിറൂനഹു അക്സറുൽ അവാം, അധിക ജനങ്ങളും, അതായത് ഖബറിലേക്ക് ഇങ്ങനെ നേർച്ചയുമായി വരുന്ന അധിക പേരും അവർ നൽകുന്ന ആ നേർച്ച എങ്ങനെ പറഞ്ഞിട്ട് ഇസ്തിഹാസ ചെയ്തുകൊണ്ടാണ് അവർ നേർച്ച നേരുന്നത്. കഅൻ യഖൂല യാ സയ്യിദി ഫുലാൻ യഅനി ബിഹി വലിയ്യ മിൻ ഔലിയ ഔ നബിയ്യ മിൻ അംബിയ, അതായത് ഓ മഹാനെ എന്ന് വിളിക്കുന്നു. അവരുദ്ദേശിക്കുന്നത് ആരെയാണ്? ഒന്നുകിൽ ഔലിയാക്കളിൽ ഒരു വലിയ, അല്ലെങ്കിൽ അംബിയാക്കളിൽ ഒരു നബിയെ വിളിച്ചുകൊണ്ട് അവർ നേർച്ച നേറുന്നു. ഇവിടെ തുല്ലാബുൽ ഇൽം ശ്രദ്ധിക്കണം. വഅമ്മൻ നദ്റുല്ലദീ യൻദിറൂനഹു, ഇവിടെ ഇതിൻ്റെ മുദാരിആയ ഫിഅൽ വായിക്കുമ്പോൾ ഒന്നുകിൽ യൻദിറൂനഹു എന്ന് വായിക്കാം, അതാണ് പ്രസിദ്ധമായ ഉച്ചാരണം. എന്നാൽ യൻദിറൂനഹു എന്ന് വായിക്കാം. മിംബാബി ദറബ വഫീ ലുഗതി മിംബാബി ഖതല എന്ന് ഭാഷാ പണ്ഡിതന്മാർ ഭാഷാ നിഘണ്ടുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് അവർ ഇങ്ങനെ മഹത്തുക്കളായ മരിച്ചുപോയ അംബിയ ഔലിയാക്കളെ വിളിച്ചുകൊണ്ട് എന്താണ് അവർ തേടുന്നത്? എന്താണ് അവർ നൽകുന്ന അർപ്പിക്കുന്ന പ്രതീക്ഷ എന്താണ്? ഇൻ റുദ്ദ ഖായിബി, അതായത് എനിക്ക് നഷ്ടപ്പെട്ട, എന്നിൽ നിന്ന് മറഞ്ഞു പോയ ആ കാര്യം എനിക്ക് മടക്കപ്പെട്ടാൽ, എന്നിലേക്ക് എത്തിപ്പെട്ടാൽ, അല്ലെങ്കിൽ ഔ ഊഫിയ മരീദി, എൻ്റെ രോഗിക്ക് ശമനം ലഭിച്ചാൽ, ഔ ഖുദിയത് ഹാജത്തി, എൻ്റെ ആവശ്യം നിറവേറ്റപ്പെട്ടാൽ, ഫലക മിന الذهب والفضة أو الفضة أو الطعام أو الشراب أو الزيت كذا, അതായത് നിങ്ങൾക്ക് നേർച്ചയായിട്ട് ഞാൻ ഇത്ര സ്വർണം, ഇത്ര വെള്ളി, ഇത്ര ഭക്ഷണം, ഇത്ര പാനീയം, ഇത്ര എണ്ണ നൽകുന്നതാണ് നേർച്ചയായിട്ട്. ഫഹാദാ ബാത്തിലുൻ ബിൽ ഇജ്മാ, ഇത് ഇജ്മാ പ്രകാരം ബാത്തിലാകുന്നു. അപ്പോൾ ഇങ്ങനെ മരിച്ചുപോയ മഹത്തുക്കളിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് രോഗശമനം കിട്ടുവാനോ അല്ലെങ്കിൽ ആവശ്യങ്ങൾ നിറവേറ്റപ്പെടാനോ നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടാനൊക്കെ ആ ഉദ്ദേശം വെച്ചുകൊണ്ട്, പ്രതീക്ഷ വെച്ചുകൊണ്ട് നേർച്ച നേരുന്നത് ശരിക്ക് ഇജ്മാ പ്രകാരം ബാത്തിലാണെന്ന് മനസ്സിലാക്കണം. ഏതെങ്കിലും ഒരു മദ്ഹബിൽ അത് ബാത്തിൽ എന്നല്ല, ഇജ്മാ പ്രകാരം ബാത്തിലാണ്. എന്താ കാരണം? ലിഅന്നഹു നദ്റുൻ ലിമഖ്ലൂഖ് വഹുവ ലാ യജൂസു ലിഅന്നഹു അയ നദ്റ ഇബാദ. ശ്രദ്ധിക്കണം, ഇത് അടിവരട്ടി ശ്രദ്ധിക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് ഈ നേർച്ച ഇജ്മാ പ്രകാരം ബാത്തിലാകാനുള്ള കാരണം എന്താണ്? ഇവിടെ പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതായത് അത് സൃഷ്ടിക്ക് സമർപ്പിക്കപ്പെട്ട നേർച്ചയാകുന്നു, അതൊരിക്കലും പാടില്ല. കാരണം ഐ അൻ നദ്റ ഇബാദ, ലിഅന്നഹു അയ നദ്റ ഇബാദ, കാരണം നദ്ർ എന്ന് പറഞ്ഞാൽ ഇബാദത്താകുന്നു. ഈ ഇബാദത്തായ നദ്ർ ഒരിക്കലും സൃഷ്ടിക്ക് നാം വകവെച്ചു കൊടുക്കാൻ പാടില്ല. ഫലാ തകൂനു ലിമഖ്ലൂഖിൻ, മാത്രമല്ല വൽ മൻദൂറു ലഹു മയ്യിത്തുൻ, അതായത് ആർക്കാണ് നേർച്ച നൽകുന്നത്? ആ വ്യക്തി മയ്യിത്താണ്. അത് മരിച്ചുപോയ വലിയാകട്ടെ നബിയാകട്ടെ മയ്യിത്താണല്ലോ, വഫാത്തായി പോയല്ലോ. വൽ മയ്യിതു ലാ യംലിക്, മരിച്ച ആൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന്. നോക്കൂ നിങ്ങൾ, അതായത് സൂഫി അഖീദക്ക് ഘടകവിരുദ്ധമായ സമസ്തക്കാരൊക്കെ പ്രചരിപ്പിക്കുന്ന വിശ്വാസങ്ങൾക്ക് എതിരായിക്കൊണ്ട് പ്രസിദ്ധരായ ഹനഫി പണ്ഡിതന്മാർ ഫിഖിൻ്റെ കിതാബുകൾ രേഖപ്പെടുത്തുന്നു. അപ്പോൾ ഒന്ന്, ഇങ്ങനെയുള്ള നേർച്ച ഇബാദത്താകുന്നു. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയിൽ പ്രതീക്ഷ വെച്ചുകൊണ്ട് ഈ നദ്ർ ഇബാദത്താകുന്നു. ഒരിക്കലും ഇത് ഇങ്ങനെയുള്ള പ്രതീക്ഷ വെച്ചുകൊണ്ട് നേർച്ച നേരുന്നത് ഒരിക്കലും ഒരു മഖ്ലൂക്കിന് പാടില്ല, കാരണം അത് ഇബാദത്താണ്. മാത്രമല്ല നദ്ർ നാം ആർക്കാണോ ചെയ്യുന്നത് അയാൾ ഇവിടെ മരിച്ചിട്ടുണ്ട്, മരണപ്പെട്ട ആളാണ്. വൽ മയ്യിതു ലാ യംലിക്, മരിച്ച ആൾക്ക് ഇരട്ടി പവറാണെന്നാണ് പലരും
പറയാറുള്ളത്. ഈ ഇസ്തിഗാസവാദികൾ മരിച്ചു കഴിഞ്ഞാൽ ഔലിയാക്കൾക്കും അമ്പിയാക്കൾക്കും അവരുടെ കഴിവിന് ശരിക്ക് എത്രയോ ശക്തി ഇരട്ടിക്കുമെന്നാണ്. വൽ മയ്യിതു ലാ യംലിക് എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. മരിച്ചുപോയോ ആ മരിച്ച ആൾക്കൊന്നും സാധിക്കുകയില്ല. വഅന്നഹു ഇൻ ظن അന്ന الميت يتصرف في الامور كفر. മാത്രമല്ല മയ്യിത്ത് കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്നുണ്ട്, ഈ പ്രപഞ്ചം നിയന്ത്രിക്കുന്നത് മരിച്ചുപോയ മഹത്തുക്കളാണ് എന്ന് അവൻ കരുതുന്നുണ്ടെങ്കിൽ, വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവൻ കാഫിറായി പോയി, അത് കുഫ്റാണ്. ഇത് നമ്മൾ പറയുമ്പോൾ വഹാബികളും അതേപോലെ തന്നെ പുത്തൻവാദികളും. എന്നാൽ ഇവരുടെ കിതാബുകളിലേക്ക് ഇവർ മടങ്ങട്ടെ. എത്രമാത്രം വ്യക്തമാണ്. അതായത് ഇലാഹാണെന്ന് വിശ്വസിച്ചാൽ മാത്രമേ അവിടെ ശിർക്ക് സംഭവിക്കൂ എന്നാണ് ഇവർ വാദിക്കാറുള്ളത്. അങ്ങനെയല്ല പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നത്. ഇലാഹാണെന്ന് വിശ്വസിക്കുകയോ ഇലാഹിന് മാത്രം സമർപ്പിക്കേണ്ട വല്ലതും സൃഷ്ടികൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ അവിടെ ശിർക്ക് സംഭവിച്ചു. മാത്രമല്ല മരണപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ മരിച്ചുപോയ മഹത്തുക്കൾ ഏത് മഹാനാകട്ടെ ആ മഹാൻ ലാ യംലികു, അയാൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. അയാൾ ബർസഖി ലോകത്താണ്. ബർസഖി ലോകത്ത് അവർക്ക് അവരുടേതായ ജീവിതമുണ്ട്. പക്ഷേ ഈ ദുനിയാവിലേക്ക് വന്നുകൊണ്ട് സഹായങ്ങളൊന്നും ചെയ്യാൻ ഒരിക്കലും സാധിക്കുകയില്ല. അതേപോലെ തന്നെ മരിച്ചുപോയ മഹത്തുക്കളാണ് ഈ പ്രപഞ്ചത്തിലെ സംഗതികളൊക്കെ നിയന്ത്രിക്കുന്നത്. അതേപോലെ CM മടവൂർ മുദബ്ബിറുൽ ആലമാണ്. ഇതൊക്കെ വളരെ അപകടം പിടിച്ച കുഫ്റാണ്, സാധാരണ കുഫ്റല്ല. അപ്പോൾ ഇത് ഇജ്മാ പ്രകാരം പണ്ഡിതന്മാർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എതിർത്തതാണ് എന്ന് വളരെ വ്യക്തമായ ഒരു ഇബാറത്താണ് അല്ലമ ഖൈറുദ്ദീൻ റംലി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അൽ ഫതാവൽ ഖൈരിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ നേർച്ച, അതേപോലെ തന്നെ പ്രതീക്ഷ, ഇബാദത്തായ പ്രതീക്ഷ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങളും അതേപോലെ തന്നെ ഇജ്മാഇൻ്റെ ഉദ്ധരണികളൊക്കെ ഉപകാരപ്പെടും. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഹീദ് ഉൾക്കൊള്ളുവാനും മുവഹിദുകളായി ജീവിച്ചു മരിക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അഖീദ വിഷയങ്ങൾ ആഴത്തിൽ പഠിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും പ്രബോധകരായി മാറുവാനും അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Thank you for watching this video. Media Focus is a Malayalam Islamic YouTube channel. Please subscribe to this channel. Jazakumallahu khairan.